റെഡ് അലേർട്ടുള്ള ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി. ജലനിരപ്പ് ഉയർന്നതോടെ ജില്ലയിലെ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. മഴയ്ക്കൊപ്പമുള്ള കനത്ത കാറ്റാണ് ഇടുക്കിയിൽ ഇപ്പോൾ വിനാശകാരിയായിരിക്കുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? മലയോര മേഖലയിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഡാമുകളുടെ കാര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ? റിജിത്ത്, കഴിഞ്ഞ 2 മണിക്കൂറായി ഇടുക്കി ജില്ലയിൽ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. റെഡ് അലർട്ടാണ്, പക്ഷേ അതിന് സമാനമായ മഴ ഇന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ പലയിടങ്ങളിലും ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഇത്തവണ കാറ്റ് കൊണ്ടാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്ന് രാവിലെ പല വീടുകൾക്ക് മുകളിലേക്കും മരം കടപുഴകി വീഴുക എന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് വലിയ തരത്തിലുള്ള നാശനഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട്. വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് നഷ്ടമുണ്ടായി. അങ്ങനെ വലിയ തരത്തിൽ ഈ കാറ്റാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇടുക്കി ജില്ലയിൽ. റെഡ് അലർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ ഇടുക്കി ജില്ലയിൽ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിരുന്നതാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നും നാളെയും ആ നിയന്ത്രണം തുടരുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കൂട്ടത്തിൽ പറയാനുള്ളത്, മഴ മുന്നറിയിപ്പുള്ള പശ്ചാത്തലത്തിൽ മാത്രമല്ല അപകട സാധ്യത ഉള്ള മേഖലകളിലൂടെ രാത്രികാല യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഗ്യാപ്പ് റോഡിലൂടെ യാത്ര പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ തോതിൽ അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം ഒരു നിയന്ത്രണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 4 ഡാമുകൾ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ തുറന്നിട്ടുണ്ട്. മലങ്കര, പൊന്മുടി, കല്ലാറുകുട്ടി, പാമ്പള ഡാമുകൾ. അതിൽ ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഒരൽപ്പം അടച്ചിട്ടുണ്ട്. കാരണം മൂവാറ്റുപുഴ ആറിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ആ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് മലങ്കര ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് നിയന്ത്രിച്ചിരിക്കുന്നത്. നിലവിൽ ഇടുക്കിയിൽ മഴ മാറി നിൽക്കുന്നു. അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇടുക്കിയിൽ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. മഴയ്ക്കൊപ്പമുള്ള കനത്ത കാറ്റ് ഇടുക്കിയിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.